നംചെ ബസാറിൽ നിന്നും തെങ്ബോച്ചയിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നംചെ ബസാറിൽ കിട്ടിയ അത്ര സ്നോഫോൾ കാര്യങ്ങളൊന്നും ഈ ഭാഗത്തോട്ടില്ല കേട്ടോ, ഇവിടെ കുറച്ച് കുറവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഫുങ്കി തെങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ ലഞ്ച് ബ്രേക്ക്. ഇവിടുന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് നേരെ തെങ്ബോച്ച ലക്ഷ്യമായിട്ട് പോകാൻ കേട്ടോ. നാട്ടിൽ ഹോട്ടലിൽ കയറിയിട്ട് ഫുള്ള് മെനു നോക്കി ലാസ്റ്റ് ബിരിയാണി പറയുന്ന പോലെ ഇവിടെ ആകെ ഒരു ഓപ്ഷനിലത് ദാൽബട്ട കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് തന്നെയാണ് നമ്മളെപ്പോൾ കഴിക്കാറ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചോറും പരിപ്പ് കറിയും. ഈ കാണുന്നതാണ് ഫുങ്കി തെങ്ക എന്ന് പറഞ്ഞ ബ്രിഡ്ജ് കേട്ടോ. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് കടക്കാൻ. അവിടുന്ന് നേരെ കണ്ടിന്യൂ ചെയ്യണം യാത്ര. ലഞ്ചെല്ലാം കഴിച്ചിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങി അടുത്ത സ്പോട്ട് പിടിക്കുവാണ്. ഇപ്പം കഴിച്ച ചോറ് ദഹിക്കാനുള്ള വക മുന്നോട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് അത്യാവശ്യം നല്ലൊരു കയറ്റാണ്. തെങ്ബോച്ചയിലേക്കുള്ള ലാസ്റ്റ് ഒരു 3 കിലോമീറ്റർ അത്യാവശ്യം കടുകെട്ടി കേട്ടോ. കാരണം എന്താ പറയുക, ഫുൾ കുത്തനെയാണ്. അത്യാവശ്യം കയറാനുണ്ട്. അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞളും വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഏകദേശം തെങ്ബോച്ച എത്തിയ സമയത്ത് തന്നെ നല്ല സ്നോഫാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പോകുന്ന വഴിയെല്ലാം ഫുള്ള് മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ തെങ്ബോച്ച എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്തി. ഒരു 5 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ടാസ്ക് കുറച്ച് കഠിനമായിരുന്നു. അത്യാവശ്യം കയറാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ആ കയറ്റമൊക്കെ കയറി തെങ്ബോച്ച മൊണാസ്ട്രി എത്തിയിട്ടുണ്ട് കേട്ടോ. 12,657 ഫീറ്റ് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1916 ബിൽഡ് ചെയ്തൊരു സാധനം കേട്ടോ ഇത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കുറച്ച് മുന്നിലായതുകൊണ്ട് തന്നെ ഇതാ മൊണാസ്ട്രി കഴിഞ്ഞ് ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് മഞ്ഞാണ്. മഞ്ഞിൽ കൂടെ നടക്കുന്ന കേട്ടോ. നല്ലോണം സ്കിഡാവുന്നുണ്ട്. പയ്യെ പയ്യെ ഇറങ്ങിയാണ്. യാത്രയുടെ ഇടയ്ക്ക് ഇതുപോലെ മഞ്ഞ് കിട്ടിയത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം മഞ്ഞ് എല്ലാ പ്രാവശ്യം കിട്ടണമെന്നൊന്നുമില്ല. ഇത് പശു യാക്കിൻ്റെ ക്രോസ് ആട്ടാ. ജുഗ്ബി എന്ന് പറയും ഇവിടെ. ഇതിനൊക്കെ അവിടെ ഇവിടെ കെട്ടിയിട്ട് കാണാം. പിന്നെ റൂമിലേക്ക് പോയിട്ടാ. റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. അത്യാവശ്യം നടന്നിട്ടുണ്ട്. നമുക്ക് കൈയും കാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവർ പട്ടിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ട് ഇവിടുന്ന് ചൂടൊക്കെ കാഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡിങ്ബോച്ചിലുള്ള കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.